ഇനി എല്ലാവരുടെ മുന്നിൽ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലടി മോളെ. എല്ലാം സൂത്രത്തില് വേണം. നീ അമ്മയെ തള്ളി പറഞ്ഞാലും അമ്മ നിന്നെ തള്ളി പറയില്ല. സോറി അമ്മ. നിന്റെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോളാം. ഇവളെന്താ ഫോൺ എടുക്കാത്തത്? എവിടെ പോയി കിടക്കണവോ കഴുത. എന്തു പറ്റി മോളെ? നീ ഇതാരെ വിളിക്കുന്നേ? ഞാൻ അവളെ വിളിക്കുന്നെ, ആ കൃഷ്ണെ. എന്തിന്? ഇന്നല്ലേ ആ ഗവൺമെന്റ് പ്രൊജക്ട് പ്രസന്റ് ചെയ്യുന്ന ദിവസം. ഇന്നല്ലേ അവളെ അതിന് കെട്ടിയെടുക്കുന്നേ. ആ മമ്മി, അത്രയും ഒഫീഷ്യൽസിന്റെ മുന്നില് തല ഉയർത്തി ഒന്ന് നേരെ നിൽക്കാൻ അവളെ കൊണ്ട് സാധിക്കൂ? അവള് എന്ത് പ്രസന്റ് ചെയ്യാനാ മമ്മി? കാൽമുട്ടിടിച്ച് ബോധം കെട്ട് എവിടെങ്കിലും പോയി വീഴും. അതാ അവിടെ സംഭവിക്കാൻ പോകുന്നെ. അങ്ങനെ സംഭവിച്ചാലും അവൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. കാരണം ഗതിയില്ലാത്തൊരമ്മയുടെ മകളായ കൃഷ്ണയെ ആർക്കും അറിയില്ലല്ലോ. എല്ലാവർക്കും അറിയാവുന്നത് സിത്താര ശ്രീനിവാസന്റെ മകളായ ഗാഥയല്ലേ. മമ്മി, ഇതുവരെ പങ്കെടുത്ത ഏതെങ്കിലും ഒരു മത്സരത്തിൽ ഞാൻ ഒന്നാം സ്ഥാനം ഇല്ലാതെ വന്നിട്ടുണ്ടോ? ഞാൻ പങ്കെടുത്ത എല്ലാ സ്റ്റേജിലും മമ്മിയുടെ അഭിമാനം ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതെല്ലാം ഇന്നത്തെ ദിവസത്തോടെ അങ്ങ് തീരും. മമ്മി നോക്കിക്കോ, അവള് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങള് പത്രത്തിൽ അച്ചടിച്ചു വരുമ്പോ തലക്കെട്ടുകളിൽ സിത്താര ശ്രീനിവാസന്റെ പേരുകൂടി ഉണ്ടാവും. എന്തായാലും അത് തീരുമാനിച്ചു പോയതല്ലേ. തൽക്കാലം നമുക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവളെന്തായാലും പോയിട്ട് വരട്ടെ. മോളെ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ വെറുതെ വിളിച്ച് മനസ്സ് മടുപ്പിക്കണ്ട. മമ്മി ആരെ കുറിച്ചാ ഈ സംസാരിക്കുന്നേ? അവളെ കുറിച്ചോ? അവളുടെ മനസ്സ് മടുത്താൽ എന്താ? അവൾക്ക് മുന്നിലുള്ള ലക്ഷ്യങ്ങൾ പിഴച്ചാൽ എന്താ? പോവാൻ പറ മമ്മി. എനിക്ക് എന്തായാലും പോകുന്നതിന് മുൻപ് അവളെ വിളിച്ച് സംസാരിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. അവളെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ഞാൻ നവീന്റെ ഫോണിൽ വിളിക്കും. ഗാഥ, വെറുതെ അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. നീ ഒന്ന് സൈലന്റ് ആയിട്ടിരുന്നാ മതി. ഈ ഒരു പ്രസന്റേഷൻ കൊണ്ട് ഒരു അപകടവും ഉണ്ടാവില്ല. നവീൻ അതൊക്കെ ഹാൻഡിൽ ചെയ്തോളൂ. മമ്മി, അവൾക്കല്പം പേരുണ്ടായിക്കോട്ടെ എന്ന് നവീൻ കരുതുന്നതേ ഞാനാണെന്ന് കരുതുന്നതുകൊണ്ടാ. അല്ലാതെ നവീന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് വേഷം മാറിയ ഒരുത്തിയാണെന്ന് നവീൻ തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ, ആ നിമിഷം നവീൻ അവളെ കൊന്നുകളയും. മിക്കവാറും ഈ നിലയ്ക്ക് പോയാലേ അതിന്റെ കാരണക്കാരിയാവുന്നത് ഞാൻ തന്നെയായിരിക്കും. നീ എന്താന്ന് വെച്ചാ ചെയ്യും. പറഞ്ഞു തരുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ?